ഗർഭിണിയായിട്ടുള്ള സ്ത്രീകളുടെ പ്രസവരക്ഷ ഉറപ്പാക്കുന്ന ചന്ദനക്കാവിലെ ഭഗവതി. ഗർഭിണിയായിട്ടുള്ള സ്ത്രീകൾ 8ാം മാസത്തിന് മുന്നേ ഈ ക്ഷേത്രത്തിൽ വന്ന് വിശേഷാൽ പൂജകൾ ചെയ്താൽ അവർക്ക് സുഖപ്രസവം ഉറപ്പ് എന്ന് പറയപ്പെടുന്നു. മലപ്പുറം ജില്ലയിലെ തിരൂർ താലൂക്കിൽ തിരുനാവായയ്ക്കും പുത്തനത്താണിക്കുമിടയിൽ കുറുമ്പത്തൂർ ദേശത്ത് സ്ഥിതി ചെയ്യുന്ന ചന്ദനക്കാവ് ക്ഷേത്ര സമുച്ചയം. ഈ ക്ഷേത്രഭൂമിയിൽ 18 ദേവീദേവന്മാരുടെ പ്രതിഷ്ഠകളാണുള്ളത്. ഗുരുഭവന പുരേശനെ ഉപാസിക്കുകയും ശ്രീമദ് നാരായണീയം രചിക്കുകയും ചെയ്ത ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാടിന്റെ കുടുംബത്തിന് പൂർവികമായി അവകാശപ്പെട്ട സഹസ്രാബ്ദങ്ങളുടെ പാരമ്പര്യമുള്ള ക്ഷേത്ര സമുച്ചയമാണിത്. പണ്ടുകാലത്ത് വേദപഠനത്തിന് പേരുകേട്ട ക്ഷേത്രമായിരുന്നു. പണ്ഡിത ശ്രേഷ്ഠനായ ശ്രീ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് വേദപഠനം നടത്തിയത് ഇവിടെയാണ്. ഈ ക്ഷേത്രഭൂമിയിൽ മേൽപ്പത്തൂർ ഭട്ടതിരിപ്പാട് മച്ചിൽ വെച്ച് ആരാധിച്ചിരുന്ന ദേവിയെ അദ്ദേഹം വാതരോഗം പിടിപെട്ട് ഗുരുവായൂർക്ക് നാരായണീ രചനയ്ക്ക് പോകുന്നതിന് മുന്നോടിയായി ചന്ദനക്കാവിൽ ഉചിതമായ സ്ഥാനത്ത് പ്രതിഷ്ഠിച്ചുവെന്നാണ് ഐതിഹ്യം. ഭദ്രകാളി സങ്കല്പത്തിലാണ് ചന്ദനക്കാവ് ഭഗവതി. ദേവിയുടെ അതേ പീഠത്തിൽ ഇടതുഭാഗത്ത് യവനിക്ഷൻ എന്ന ശൈവശനിയും കുടികൊള്ളുന്നു. ഈ ക്ഷേത്ര മതിലകത്ത് തന്നെ 2 ചെറിയ ശ്രീകോവിലായി കാരായ ഭഗവതിയും ഗർഭരക്ഷാംബികയുമായ ഈറ്റിലത്തമ്മയും കുടികൊള്ളുന്നു. അതിപുരാതനവും അതിപ്രശസ്തവുമായ ഈ ക്ഷേത്രവും പരിസരവും പ്രകൃതിരമണീയമായ ഒരു പുണ്യഭൂമി തന്നെയാണ്. കാനന ഭംഗി നിറഞ്ഞു നിൽക്കുന്ന പ്രശാന്ത സുന്ദരമായ ഈ കാവിനുള്ളിൽ വയ്ക്കുന്ന ഓരോ ചുവടിലും നമ്മൾ വേറൊരു അനുഭവ തലത്തിലായിരിക്കും സഞ്ചരിക്കുക. വരിക, അനുഭവിച്ചറിയുക.